ലൂസി കളപ്പുരയെ ക്രൂശിച്ച കത്തോലിക്ക ചവ കുടിയൻ നോബലിനെ സംരക്ഷിക്കുമോ? തങ്ങൾ വെറും കൂതാശ തൊഴിലാളികളല്ല, അതുക്കും മേലെ മുടിഞ്ഞ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാണ് എന്ന് വരുത്തി തീർക്കുവാൻ പെടാപ്പാടുപെടുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് കേരളത്തിലെ കത്തോലിക്ക ചവ. CSR ഫണ്ടുകളും ചാരിറ്റി ഫണ്ടുകളും മൊബിലൈസ് ചെയ്യുവാൻ ഇത്തരം നാടകങ്ങൾ ഇവർക്ക് അത്യന്താപേക്ഷിതമാണ്. ഒരു സഭ എന്നതിലുപരി ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഗ്രൂപ്പായി വർത്തിക്കുവാനാണ് കത്തോലിക്ക സഭ ഇപ്പോൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്. മെത്രാന്മാരുടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള പ്രസ്താവനകളും വിവാദങ്ങളും എല്ലാം അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. കേരളത്തിലെ സംഘപരിവാർ ശക്തികളുടെ കയ്യിലെ ക്രൈസ്തവ വിഭാഗത്തിലെ ചട്ടുകം ഏതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കത്തോലിക്ക സഭ എന്നാണ്. മറ്റൊരു പൗരോഹിത്യ സഭകളോ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളോ ഇവരുടെ വെറും ചട്ടുകമായി ഇതുവരെ തരം താണിട്ടില്ല. കത്തോലിക്ക സഭ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനത്ത് നിൽക്കുന്നത് താറാവ് യോനാച്ചൻ്റെ പൈശാചിക പ്രസ്ഥാനമാണ്. ആണും പെണ്ണും കെട്ടത് എന്ന് പറയുന്നത് പോലെ പൗരോഹിത്യ സഭകളിലും പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിലും കൂട്ടത്തിൽ കൂട്ടാത്തൊരു സങ്കരയിനം പ്രസ്ഥാനമാണ് യോനാച്ചൻ്റെ പ്രസ്ഥാനം. യോനാച്ചൻ വണ്ടിക്കടിയിൽ പോകുന്നതിന് മുമ്പ് ചുമല നൈറ്റ് ഇടിവിപ്പിച്ച പഴയ കുറെ IPS പ്ലാച്ചർമാർ മാത്രമേ ഇന്ന് ഇവരുടെ കൂട്ടത്തിൽ ഉള്ളൂ. വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു സാധനം ഇവരുടെ കൂടെയില്ല. വിശ്വാസികളില്ല, എല്ലാം മെത്രാന്മാരാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. മദ്യവിരുദ്ധ സമിതി, പാരിസ്ഥിതിക സംരക്ഷണ സമിതി, കർഷക സമിതി, കൂടാതെ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയ തേഞ്ഞ നമ്പറുകളുമായി സംഘപരിവാർ ശക്തികൾക്ക് വേണ്ടി ഇസ്ലാമോഫോബിയ വളർത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ കഴിഞ്ഞ കുറേ നാളുകളായി കത്തോലിക്ക സഭ ആത്മാർത്ഥമായി കേരളത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ അരമനകളിൽ ഇടി കയറും എന്ന് ഭയന്ന് കത്തോലിക്ക ബിഷപ്പന്മാർ ചാണകം ആഞ്ഞ് കോരുന്നുണ്ടെങ്കിലും കത്തോലിക്ക വിശ്വാസികളെ ഇതുവരെ അതിന് കിട്ടിയിട്ടില്ല. ഇവന്മാർ പറഞ്ഞാൽ വിശ്വാസികൾ പട്ടിയുടെ വില പോലും ഇന്ന് കൊടുക്കാറുമില്ല. വിശ്വാസികൾക്ക് അവരുടേതായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. കത്തോലിക്ക സഭയെ വിശ്വസിച്ച് BJP എവിടെയൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തിയോ അവിടെയെല്ലാം അവർ ദയനീയമായി പരാജയപ്പെടുവാനും കാരണം ഇത് മാത്രമാണ്. ഉദാഹരണത്തിന് പത്തനംതിട്ട കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അനിൽ ആന്റണി നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങി. അതുപോലെ ഇക്കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദയനീയ പരാജയം ഏറ്റുവാങ്ങി. ഒരു വശത്തുകൂടെ ഇതേപോലെയുള്ള വൈറ്റുവാഷ പരിപാടിയുമായി സഭ നടക്കുമ്പോൾ മറുവശത്ത് സഭയിലെ ബിഷപ്പന്മാരും പാതിരിപ്പാമ്പുകളും ഉണ്ടാക്കുന്ന പൊല്ലാപ്പ് ചില്ലറയല്ല. ബിഷപ്പ് ഫ്രാങ്കോയുടെ മഠത്തിലെ കൂതാശയും പാതിരിമാരുടെ ബാലപീഡനങ്ങളും മറുവശത്ത് പെരുകുന്നു. ഇതിൽ ഏറ്റവും പുതിയ സംഭവം ഇക്കഴിഞ്ഞ 18-ാം തീയതി മാനന്തവാടി രൂപതയിലെ PRO പൂക്കുറ്റി നോബൽ എന്ന പാതിരിയെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കോടതി ശിക്ഷിച്ചിരുന്നു. കത്തോലിക്ക സഭയോട് ജനങ്ങളുടെ ചോദ്യം ഇതാണ്: ഈ മ്ലേച്ഛൻ പാതിരിയുടെ കുപ്പായം ഊരിപ്പിക്കാനുള്ള ധൈര്യം സഭയ്ക്കുണ്ടോ? ചോദിക്കുവാൻ കാരണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കത്തോലിക്ക സഭ ലൂസി കളപ്പുര എന്നൊരു കന്യാസ്ത്രീയെ സഭ സ്മാർത്ഥ വിചാരം നടത്തി കൊല്ലാക്കൊല നടത്തി പുറത്താക്കുവാൻ ശ്രമിക്കുകയും സഭ ഒടുവിൽ നാണം കെടുകയും ചെയ്തിരുന്നു. ലൂസി കളപ്പുരയെ അന്ന് സഭ പുറത്താക്കുവാൻ കിണഞ്ഞ് പരിശ്രമിച്ചപ്പോൾ ചാർത്തിക്കൊടുത്ത കുറ്റം ഇവയൊക്കെയായിരുന്നു. ഒന്ന്, സിസ്റ്റർ ലൂസി കളപ്പുര ഡ്രൈവിംഗ് പഠിച്ചു, ഭീകര കുറ്റമല്ലേ അത്? 2, കാർ മേടിച്ചു, സഭയുടെ മാനം പോകുന്ന കേസല്ലേ അത്? 3, ഒരു പുസ്തകം എഴുതി, കവിതകൾ എഴുതുന്നു. ഒരു അധ്യാപികയ്ക്ക് ചെയ്യുവാൻ കൊള്ളാവുന്ന പണിയാണോ ഇതൊക്കെ? ഇവയൊക്കെയായിരുന്നു സിസ്റ്റർ ലൂസി കളപ്പുരയെ മഠത്തിൽ നിന്നും പുറത്താക്കുവാൻ ചാർത്തിയ വലിയ കുറ്റകൃത്യങ്ങൾ. അന്ന് ഏറ്റവും കൂടുതൽ സിസ്റ്റർ ലൂസിയെ വ്യക്തിഹത്യ ചെയ്ത ആളാണ് PRO ആയിരുന്ന, ഇന്ന് വെള്ളമടിച്ച് പൂക്കുറ്റിയായി പിടിയിലായ പൂക്കുറ്റി നോബൽ. ഇവനെതിരെ കേരള പോലീസ് FIR ഇട്ടു. മാനന്തവാടി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കുറ്റക്കാരനെന്ന് കണ്ട് ശിക്ഷ വിധിക്കുകയും പ്രതി പിഴ അടയ്ക്കുകയും ചെയ്തു. ട്രയൽ കഴിഞ്ഞ് വിധി കാത്തിരിക്കേണ്ടെന്ന ആവശ്യമില്ല. പോലീസിന്റെ FIR-നെ കോടതിയിൽ ചലഞ്ച് ചെയ്യുവാനുള്ള പ്രാപ്തി പോലുമില്ലാതെ കേസ് അഡ്വാൻസ് ചെയ്ത് പാതിരി കുറ്റം സമ്മതിച്ചു, പിഴയടച്ചു. സഭയെയും വൈദിക വൃത്തിയെയും വിശിഷ്യ ക്രൈസ്തവ സമൂഹത്തെ മുഴുവനും നാണം കെടുത്തിയ ഈ കുടിയൻ പാതിരിക്ക് സഭയിൽ തുടരുവാൻ ധാർമ്മികമായ അവകാശമുണ്ടോ? അവനോ ഉളുപ്പില്ല. കത്തോലിക്ക സഭയുടെ മുതലാളിമാരായ ബിഷപ്പന്മാർക്ക് ഇവനെതിരെ ഒരു നടപടിയെടുക്കുവാൻ ആർജവുമുണ്ടോ? കാണാൻ സാധ്യതയില്ല. കാരണം വ്യഭിചാരികളായ കത്തോലിക്ക സഭയിലെ പിതാക്കന്മാരുടെ സകല കാര്യങ്ങളും CCTV-യുടെ ഹാർഡ് ഡിസ്ക് അടക്കം കയ്യിലുള്ളവനാണ് ഈ നോ ബൈബിൾ പാതിരി. അവനെതിരെ നടപടിയെടുക്കുവാൻ ബിഷപ്പന്മാരുടെ വളഞ്ഞ അംശവടി ഒന്ന് വിറയ്ക്കും. ഞങ്ങൾ
സിസ്റ്റർ ലൂസിമാരുടെ അടുത്തോ അനുപമമാരുടെ അടുത്തോ ഒക്കെ കുതിര കയറൂ. ക്രിസ്തുവിനെ നാറ്റിക്കുന്ന മോന്മാരെ, നിനക്കൊക്കെ ദയവായി പള്ളിമേടയിൽ നിന്നും ഒന്ന് പുറത്തിറങ്ങാതിരിക്കുവാൻ സാധിക്കുമോ? ഒരു അഭ്യർത്ഥനയാണ്. ഇനി ഒരൊറ്റ മ്ലേച്ഛന്മാരെയും ദയവായി പള്ളിക്ക് പുറത്ത് കാണരുതേ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.